അപ്പോൾ തൃശ്ശൂരിൻ്റെ സ്വന്തം ഉള്ളി സാമ്പാറാണ് ഇന്നത്തെ റെസിപ്പി. പരിപ്പ് കഴുകിയതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതേപോലെ ഉപ്പിട്ടിട്ടുണ്ട്, കായത്തിൻ്റെ ചെറിയൊരു കഷ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുക്കറിൽ വിസിൽ വന്നിട്ട് പരിപ്പ് നന്നായിട്ട് വേവട്ടെ. അതേസമയം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പാത്രം എടുത്തിട്ട്, അതായത് ഒരു ബൗൾ എടുത്തിട്ട് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിടുക. അതിനുശേഷം വെള്ളം ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്നാവും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു കടായി അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി സാമ്പാറിന്. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും വേപ്പിലയൊക്കെ ഇട്ടല്ലോ, അത് ഒരു 3 മിനിറ്റോളം ഒന്ന് വഴറ്റിയതിന് ശേഷം ഏകദേശം ആയിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തക്കാളി ചേർത്ത് കൊടുക്കുക. അതൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി, കൂടുതലൊന്നും വഴറ്റണ്ട. ഏകദേശം 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീ വളരെ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇത് പുളി വെച്ചിട്ടുണ്ടല്ലോ, ആ പുളി ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉപ്പ് ചേർക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പരിപ്പ് വേവിച്ച് വെച്ചിരുന്നല്ലോ, ആ പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഒരു തിള വരും വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മല്ലിയില ചേർത്ത് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കാച്ചിയെടുക്കാം. അപ്പോൾ തൃശ്ശൂർ ഭാഷയാണ് കേട്ടോ കാച്ചിയെടുക്കുക എന്നുള്ളത്. മറ്റുള്ള സ്ഥലത്തേക്ക് താളിച്ചെടുക്കാം എന്നാണ് പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചട്ടി അടുപ്പിലേക്ക് വെക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കടുകിടുക. കടുക് പൊട്ടുമ്പോൾ ഉലുവയിടുക, ഉണക്കമുളക് ചേർക്കുക, പിന്നെ കറിവേപ്പില ചേർക്കുക. ഒന്ന് മൂപ്പിച്ചങ്ങോട്ട് ഒഴിക്കുക. നല്ല മണമല്ലേ? മണം മാത്രമല്ല, രുചിയുടെ കാര്യത്തിലും ഉള്ളി സാമ്പാർ മുന്നിൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറ് അങ്ങോട്ട് അറിയാണ്ട് ഇറങ്ങി പോവും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.